ഹായ്, എല്ലാവർക്കും നമസ്കാരം. സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ രക്ഷിതാക്കളോടുമുള്ള ഒരു ചോദ്യം. നമ്മൾ കുറഞ്ഞത് ഒരു തവണയെങ്കിലും ദിവസത്തിൽ കുട്ടികളോട് ഫോൺ മാറ്റിവെക്ക്, നീ ഉപയോഗിച്ചത് മതി, ഇതൊന്ന് നിർത്തിക്കേ, മാറ്റിവെച്ചേ എന്നൊക്കെ പറയാറുണ്ടോ? നമ്മൾ ചിലപ്പോൾ അങ്ങനെ പറയാറുണ്ടാവാം. ഭൂരിപക്ഷം രക്ഷിതാക്കളോടും ചോദിക്കുന്ന സമയത്ത് അവർ ഇത്തരത്തില് കുട്ടികളെ ഫോൺ മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് എത്ര നിർബന്ധിച്ചാലും മാറ്റിവെക്കാത്ത കുട്ടികളുണ്ട്, വളരെ അധികം നിർബന്ധിച്ച് മാറ്റി വെപ്പിക്കുന്ന രക്ഷിതാക്കളുമുണ്ട്. ഇനി നിങ്ങൾ ഇങ്ങനെ തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ, കുട്ടികളെ നമ്മൾ പറയാതെ തന്നെ അവര് ഫോൺ ഒന്ന് മാറ്റിവെക്കുന്നതായിട്ട് ഒന്ന് സങ്കല്പിച്ചു നോക്കിയേ. നമ്മുടെ ഈ ഒരു സെഷന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശവും അതുതന്നെയാണ്. ഫോണ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഫോൺ ഉപയോഗിക്കാത്ത ഒരു കുട്ടിയെ സൃഷ്ടിക്കുക എന്നുള്ളതല്ല. ആ ഫോണ് എങ്ങനെ കൃത്യമായി ഉപയോഗിക്കണം, ഏത് സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്യണം എന്ന് ബോധ്യമുള്ള ഒരു കുട്ടിയായിട്ട് വളർത്തുക അല്ലെങ്കിൽ മാറ്റുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഈ ഒരു സെഷൻ. പലപ്പോഴും പല രക്ഷിതാക്കളും നമ്മളെ സംസാരിക്കുന്ന സമയത്തും അല്ലെങ്കിൽ പല പാരന്റിങ് സെഷനിലും രക്ഷിതാക്കൾ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം എന്നുള്ളത് കുട്ടികൾ കൂടുതലായിട്ട് ഫോൺ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് ആ ഒരു പ്രശ്നത്തിന് എങ്ങനെയാണ് ഒരു പരിഹാരത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ് ഈ ഒരു സെഷനിൽ നമ്മളിപ്പോൾ കൂടുതലായിട്ടും ചർച്ച ചെയ്യുന്ന ഒരു വിഷയം. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഫോൺ ഉപയോഗിക്കാനും മാനേജ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും പറ്റുന്ന ഒരു ഫാമിലിയെ സൃഷ്ടിക്കുക എന്നുള്ള ഉദ്ദേശം കൂടെ ഈ ഒരു സെഷനുണ്ട്. പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യം, മണിക്കൂറുകളോളം ഫോൺ ഉപയോഗിക്കുന്നു, അതിൻ്റെ സ്ക്രീൻ ടൈമാണ് പ്രശ്നം എന്നൊക്കെയാണ്. പ്രധാനമായും സ്ക്രീൻ ടൈമോ മണിക്കൂറുകളോ അല്ല പ്രശ്നം സംഭവിക്കുന്നത്. അത് നിയന്ത്രിക്കാനാവാതെ, അത് മാനേജ് ചെയ്യാൻ പറ്റാതെ, അത് മാറ്റിവെക്കാൻ പറയുന്ന സമയത്ത് കുട്ടികളിൽ ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങളാണ്. അവർക്ക് ദേഷ്യം വരും, വാശി വരുന്നു, കരച്ചിൽ വരുന്നു, അവർ ഭക്ഷണം കഴിക്കുന്നില്ല. അത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് നീങ്ങുമ്പോഴാണ് അത് കൂടുതൽ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമായി മാറുന്നത്. ഇനി നിങ്ങളോട് ഒരു ചോദ്യം കൂടെ. കുട്ടികളെ വളരെ ചെറിയ പ്രായത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ വീട്ടിലേക്ക് കയറി വരികയാണ് എന്ന് വിചാരിക്കുക. ആ സമയത്ത് കുട്ടികൾ ചിലപ്പോൾ നമ്മളുടെ അടുത്തേക്ക് ഓടി വരാറുണ്ടായിരുന്നു, ശരിയല്ലേ? ഇനി ഇപ്പോൾ ഇങ്ങനെ ചിന്തിച്ചു നോക്കുക, ഒരു മൊബൈൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കുട്ടി നമ്മൾ വീട്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മളുടെ അടുത്തേക്ക് അവർ ഓടി വരാറുണ്ടോ? ജസ്റ്റ് ഒരു ചോദ്യം മാത്രമാണ്, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അപ്പോൾ അവര് നമ്മളെക്കാൾ ഏറെ പ്രാധാന്യം മൊബൈലിന് കൊടുക്കുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവരെ നമുക്ക് എങ്ങനെയാണ് തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കുക? മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു സെഷൻ പ്രധാനമായും സ്ക്രീൻ അഡിക്ഷനും ഡിജിറ്റൽ ഗാഡ്ജറ്റിന്റെ ഉപയോഗവും ഒക്കെ ആയി ബന്ധപ്പെട്ടത് കൊണ്ടാണ് ഇത് മാത്രം ഫോക്കസ് ചെയ്ത് നമ്മൾ പോകുന്നത്. കുറച്ച് ദിവസം മുമ്പേ ഒരു സ്കൂളിൽ നടന്ന പാരന്റിങ് സെഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു പാരന്റ് വന്ന് എന്നോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, മകൻ എന്നോട് സംസാരിക്കുന്നില്ല. മകനോട് ഞാൻ എത്ര സംസാരിക്കാൻ ശ്രമിച്ചാലും അവൻ കൂടുതലൊന്നും സംസാരിക്കാറില്ല, അവൻ്റെ ആവശ്യങ്ങൾ മാത്രം പറയുന്നു, പോകുന്നു. ഞാൻ എന്താണ് ചെയ്യുക സാറേ? പക്ഷെ പ്രധാനമായ മറ്റൊരു പ്രശ്നം കൂടെ അദ്ദേഹം പറഞ്ഞു. അവന് മൊബൈലിൽ സംസാരിക്കുന്നതിന്, എത്ര സമയം വരെയും സംസാരിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. അവൻ്റെ ഫ്രണ്ട്സുമായിട്ട് അല്ലെങ്കിൽ രാത്രി 2 മണി വരെയൊക്കെ ആയിട്ട് ചാറ്റ് ചെയ്യുന്നു, ഇതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ സംസാരമല്ല പ്രശ്നം, മൊബൈലും അല്ല പ്രശ്നം. എന്താണ് യഥാർത്ഥ പ്രശ്നം? അവിടെയുള്ള യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ആ കുട്ടിയുടെ ലോകത്തില്ല എന്നുള്ളതാണ്. പതിയെ നമ്മൾ ആ കുട്ടിയുടെ ലോകത്ത് നിന്നും അകന്നു പോവുകയാണ്. അപ്പൊ പലപ്പോഴും പല കുടുംബങ്ങളിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും ഇത് തന്നെയാണ്.
അപ്പോൾ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് സൈലന്റ് സെപ്പറേഷൻ എന്നുള്ളതാണ്. നിങ്ങൾ ആ വാക്ക് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സൈലന്റ് സെപ്പറേഷൻ പല വീടുകളിലും ഇന്ന് ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരേ വീട്ടിലാണ് നമ്മൾ, ഒരേ സ്ഥലത്ത് നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്, ഒരേ റൂമിലാണ് നമ്മൾ ഉറങ്ങുന്നത്. പക്ഷേ നമ്മൾ തമ്മിലുള്ള സംസാരം വളരെ കുറവാണ്. അത് പാരൻസ് ആയാലും ശരി, കുട്ടികളായാലും ശരി, പരസ്പരം സംസാരം അല്ലെങ്കിൽ അവിടെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വളരെ കുറവാണ്. അങ്ങനെ വരുമ്പോഴാണ് ഈ ഒരു പ്രശ്നം അവിടെ സംഭവിക്കുന്നത്, സൈലന്റ് സെപ്പറേഷൻ എന്നുള്ളത്. അപ്പൊ അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. പല കുടുംബങ്ങളെയും പല പ്രോബ്ലത്തിലേക്ക് നയിക്കുന്നതും ഈ പറയുന്ന സൈലന്റ് സെപ്പറേഷൻ എന്ന് പറയുന്ന ഈ ഒരു കാര്യമാണ്. അങ്ങനെ സൈലന്റ് സെപ്പറേഷൻ സംഭവിച്ച ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ഫാമിലിയിൽ, ഒരു വീട്ടിലെ അവിടെ എന്തൊക്കെ ആണ് പ്രശ്നങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പരസ്പരം നോക്കലുകളില്ല, സംസാരമില്ല, ചിരികളില്ല, ചർച്ചകളില്ല. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് സൈലന്റ് ആയിട്ട് കാര്യങ്ങൾ അങ്ങനെ പോകും. അവരുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകും. പക്ഷെ പതിയെ അവിടെയുള്ള ഫാമിലി മെമ്പേഴ്സൊക്കെ കുടുംബങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന ഒരവസ്ഥയുണ്ട്. ഒരേ സ്ഥലത്താണ്, പക്ഷെ മാനസികമായിട്ട് നമ്മൾ അവിടെ ഇല്ലാത്ത ഒരു കണ്ടീഷനിലേക്ക് അത് നമ്മളെ നയിക്കും. അപ്പൊ അത്തരം കണ്ടീഷനിലേക്ക് വരുമ്പോഴാണ് പലപ്പോഴും പല ആൾക്കാരും അഡിക്ഷനിലേക്ക് പോകുന്നത്. ഇവിടെ എനിക്ക് കാര്യമായിട്ട് അല്ലെങ്കിൽ പ്രധാനമായി ഒന്നും ചെയ്യാനില്ല. ദെൻ ഞാൻ അഭയം പ്രാപിക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, എനിക്ക് ഏറ്റവും കൂടുതൽ ഡോപ്പമിൻ തരുന്ന, എനിക്ക് ഏറ്റവും കൂടുതൽ പ്ലഷർ തരുന്ന ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടുന്ന ആ ഒരു പ്ലഷറിലേക്ക് കുട്ടികൾ മെല്ലെ പോകും. അപ്പൊ അവരങ്ങനെ ഡിജിറ്റൽ ഗാഡ്ജറ്റുകളിലേക്ക് പോവാം. അതുപോലെ തന്നെ അവർ നർക്കോട്ടിക്സ് ഐറ്റംസിലേക്ക് പോവാം. മോശം കെട്ടുകളിലേക്ക് അല്ലെങ്കിൽ മോശം സുഹൃത്ത് ബന്ധങ്ങളിലേക്കൊക്കെ അവർ പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കുക. ഇങ്ങനെ ഏതെങ്കിലും കുടുംബങ്ങളിലുണ്ടെങ്കിൽ അതിനെ ഏറ്റവും വേഗത്തിൽ അഡ്രസ്സ് ചെയ്ത് ആ ഒരു പ്രശ്നത്തിനുള്ള ഒരു പരിഹാരം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. നമുക്ക് വഴിയെ ചർച്ച ചെയ്യാം എങ്ങനെയാണ് നമുക്ക് അത്തരത്തിലുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ പരിഹരിച്ച് മുന്നോട്ട് പോകാമെന്നുള്ളത്. ഇനി അഡിക്ഷനിലേക്കാണ് നമ്മൾ പോയിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു മൊബൈൽ അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പ്രധാനമായിട്ടും സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നത് പെട്ടെന്ന് ദേഷ്യം വരിക, വാശി, അതുപോലെ തന്നെ നമുക്ക് ക്ലാസ് റൂമുകളിലോ പുസ്തകം എടുത്തു വെച്ച് വായിക്കുന്ന സമയത്തൊക്കെ നമ്മളെ ശ്രദ്ധയൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകും. പിന്നീട് ആ കുട്ടികൾക്ക് സ്ലീപ്പ് ഇഷ്യൂസ് ഉണ്ടാവാം, അതുപോലെ തന്നെ ഹോർമോണൽ ഇൻബാലൻസ് സംഭവിക്കാനുള്ള സാധ്യതയൊക്കെ ഈ ഒരു അഡിക്ഷന്റെ ഭാഗമായിട്ട് സംഭവിക്കാവുന്നതാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഫോക്കസ് നഷ്ടപ്പെടുന്നതും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്രെയിനിന് വേണ്ടത് റിവാർഡാണ്. ആ റിവാർഡ് തരുന്ന മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ, അത്തരത്തിലുള്ള സാധനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സെർച്ചിങ് ബ്രെയിൻ എപ്പോഴും നടത്തിക്കൊണ്ടേയിരിക്കും. അങ്ങനെ കുട്ടികളുടെ ഒരു അറ്റൻഷൻ സ്പാന് അല്ലെങ്കിൽ അറ്റൻഷൻ ഫോക്കസ് ഒക്കെ നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ എനിക്കൊരു സാധനം വേണം, അത് കിട്ടിയില്ല എങ്കിൽ ആ കുട്ടിക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാവാം. ആ ഫ്രസ്ട്രേഷനിൽ നിന്ന് അതൊരു സ്ട്രെസ്സിലേക്കും ദേഷ്യത്തിലേക്കും വാശിയിലേക്കും സങ്കടത്തിലേക്കും ഈവൺ അത് ഡിപ്രഷനിലേക്ക് പോലും നയിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അവർക്ക് റിയൽ ആയിട്ടുള്ള ഫ്രണ്ട്സിനേക്കാൾ കൂടുതൽ, നമ്മൾ തമാശയൊക്കെ പറയാറുണ്ട്, റിയൽ ഫ്രണ്ട്സുകളാണ് ഉണ്ടാവുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അവർക്ക് ഫിസിക്കലി അവർ ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ പരസ്പരം സംസാരിക്കുന്ന ഫ്രണ്ട്സിനേക്കാൾ കൂടുതൽ അവർക്കുണ്ടാവുക ഓൺലൈൻ ഫ്രണ്ട്സ് ആയിരിക്കും. ആ ഓൺലൈൻ ഫ്രണ്ട്സ് ചിലപ്പോൾ നമ്മളെ നയിക്കുന്നത് പലതരത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റികളിലേക്കാവാം. അത് നല്ലതായിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. അത് ചിലപ്പോൾ മോശം ആക്ടിവിറ്റികളിലേക്കും മോശം ചലഞ്ചുകളിലേക്കൊക്കെ പോവാം. നമ്മൾ പല വാർത്തകളും കേൾക്കുന്നുണ്ട്, പല ഇടങ്ങളിൽ നിന്ന് നമ്മൾ വാർത്തകൾ കേൾക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സംഭവങ്ങളിലേക്കൊക്കെ നയിക്കാനുള്ള സാധ്യത ഈ ചെറിയ ഒരു ഡിവൈസ് നമുക്ക് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇനി നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. കുട്ടികൾ നമ്മളോട് എപ്പോഴാണ് ഫോണ് ആവശ്യപ്പെടുക? താഴെ ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും ബെറ്ററായി. നമ്മളോട് കുട്ടികൾ എപ്പോഴാണ് ഫോണ് ആവശ്യപ്പെടുന്നത്? അവർക്ക് ദേഷ്യം വരുമ്പോഴാണോ, സങ്കടം വരുമ്പോഴാണോ, ബോറടിക്കുമ്പോഴാണോ, എപ്പോഴാണ് എന്ന് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ ലൈഫിൽ ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളായിരിക്കാം. അപ്പൊ നമ്മളോട് എപ്പോഴാണ് കുട്ടികൾ ഫോൺ ആവശ്യപ്പെടുന്നത്? ഓരോരുത്തർക്കും വളരെ വ്യത്യസ്തമായിട്ടുള്ള ആൻസർ ആയിരിക്കാം ഫോണ് എപ്പോഴാണ് അവർ വാങ്ങുന്നത് എന്നുള്ളത്.
അതുപോലെ തന്നെ നിങ്ങളോട് കുറച്ച് ചോദിച്ചോട്ടെ. ഒന്നാമത്തെ ചോദ്യം, കുട്ടികൾ എന്തുകൊണ്ടാണ് ഫോൺ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു അഡിക്ഷനിലേക്ക് പോകാനുള്ള ഒരു കാരണം എന്താണ് അറിയൂ? അതിൽ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് അത് ഇൻസ്റ്റന്റ് റിവാർഡ്സ് തന്നെയാണ്. നമ്മൾ നേരത്തെ സംസാരിച്ച അതേ കാര്യം തന്നെയാണ്. അവർക്ക് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള റിവാർഡുകൾ അതിൽ നിന്ന് കിട്ടുന്നു. അത് റീൽസ് കാണുമ്പോഴാവാം, അത് മറ്റൊരു വീഡിയോ കാണുന്നതിലൂടെ ആവാം, അല്ലെങ്കിൽ ഗെയിംസിലൂടെ ആവാം. അതിലുള്ള എന്ത് ആക്ടിവിറ്റിയിലൂടെയാണോ അവർക്ക് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു റിവാർഡ് കിട്ടുന്നു. അങ്ങനെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു റിവാർഡ് കിട്ടുന്ന സമയത്ത് ബ്രെയിൻ വീണ്ടും നമ്മളോട് പറയും അഗെയിൻ ആൻഡ് അഗെയിൻ യു ഹാവ് ടു യൂസ് ദാറ്റ്. അഗെയിൻ ആൻഡ് അഗെയിൻ നിങ്ങളത് ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കൂ എന്നുള്ള തരത്തിലുള്ള ഒരു ഇൻസ്ട്രക്ഷൻ നമുക്ക് കിട്ടും. അപ്പൊ അതിനോട് നമുക്കൊരു കുറച്ചുകൂടെ ഒരു എന്താ പറയാ ഭയങ്കര ഇഷ്ടവും അത് ഇപ്പോഴും എൻ്റെ കയ്യിൽ വേണം എന്നുള്ളൊരു ആഗ്രഹം ജനിപ്പിക്കുകയൊക്കെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യം വരാനുണ്ടായ ഒരു റീസൺ കൂടിയുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മൾ രക്ഷിതാക്കൾ തന്നെയായിരിക്കാം. നമ്മൾ ഓരോരുത്തരും മൊബൈലുകൾ യൂസ് ചെയ്യാറുണ്ട്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, കുട്ടികൾ നമ്മൾ പറയുന്നതല്ല കേൾക്കുന്നത്. നമ്മൾ പറയുന്ന കാര്യം മാത്രമല്ല കുട്ടികൾ കേൾക്കുന്നത്, ആണോ? ഒരിക്കലും അല്ല. അവര് ശരിക്ക് പറഞ്ഞാൽ നമ്മളെ ഓരോരുത്തരെയും കണ്ടാണ് കുട്ടികൾ വളരുന്നത്. നമ്മളെ കണ്ടുകൊണ്ട് കോപ്പി ചെയ്യുകയും അതവരെ പ്രാക്ടിക്കൽ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുകയുമാണ് പലപ്പോഴും ചെയ്യുന്നത്. അപ്പം നമ്മൾ പാരൻസ് മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ട്, ദെൻ ഞാൻ യൂസ് ചെയ്താൽ എന്താ? അത്തരത്തിലുള്ള ഒരു തോട്ട് പ്രോസസ്, അത്തരത്തിലുള്ള ഒരു ചിന്ത ചിലപ്പോൾ നിങ്ങളോടും ചോദിക്കുന്നുണ്ടാവാം, അച്ഛനും അമ്മയും മൊബൈൽ യൂസ് ചെയ്യുന്നില്ല, പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പ്രശ്നം? അപ്പോൾ അത്തരത്തിലെ കുട്ടികളുടെ ഒരു തോട്ട് പ്രോസസ്സ് വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ അവര് നോക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ അവരങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഞാനും നോക്കാം എന്നുള്ള ഒരു ധാരണ. പലപ്പോഴും മനുഷ്യരെല്ലാവരും മറ്റുള്ള ഒരു കാര്യത്തിനെ കോപ്പി ചെയ്ത് വളരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മക്കളെ നമ്മളെ ഒരു റോൾ മോഡൽ ആക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ആദ്യത്തെ കാര്യം, കുട്ടികളുടെ സ്ക്രീൻ അഡിക്ഷൻ അല്ലെങ്കിൽ സ്ക്രീൻ ടൈമിംഗ് നമുക്ക് കുറക്കണമെങ്കിൽ, അതിനെ മാനേജ് ചെയ്യണമെങ്കിൽ ഓരോ രക്ഷിതാക്കളും നിങ്ങളുടെ സ്ക്രീൻ ടൈമും മൊബൈൽ യൂസേജും ഒന്ന് സെൽഫായിട്ട് ഒന്ന് ഓഡിറ്റ് ചെയ്ത് നോക്കുക. നമ്മൾ എത്ര സമയം മൊബൈൽ ഉപയോഗിക്കാറുണ്ട്? രാവിലെ എഴുന്നേൽക്കുന്ന സമയം തൊട്ട് രാത്രി കിടക്കുന്നതിനുള്ളിൽ നമ്മൾ എന്തൊക്കെ ആവശ്യങ്ങൾക്ക് ഏതൊക്കെ സമയങ്ങളിൽ നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ജസ്റ്റ് നിങ്ങളൊന്ന് സെൽഫ് ഓഡിറ്റ് ചെയ്ത് നോക്കുക. അത് നമ്മൾ മക്കൾ കാണുന്നുണ്ടാവും. അപ്പോൾ അവര് അത്തരത്തിലത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ബ്രെയിനും അവരുടെ മൈൻഡും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടാവാം. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൽഫായിട്ട് നമ്മളെ ഒന്ന് ഓഡിറ്റ് ചെയ്ത് ഒന്ന് നോക്കുക. അങ്ങനെ നമ്മൾ ഓഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം അവിടെ കിട്ടും. മൊബൈലിൽ അല്ലെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഡിജിറ്റൽ ഗാഡ്ജറ്റുകളിൽ നമ്മൾ എത്ര സമയം സ്പെൻഡ് ചെയ്യുന്നു, നമ്മൾ ഫാമിലിയോട് ഒന്നിച്ച് എത്ര സമയം സ്പെൻഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ മക്കളോട് ഒന്നിച്ച് എത്ര സമയം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ നമുക്ക് അവിടെ കൃത്യമായിട്ട് കിട്ടും. അപ്പൊ നമ്മൾ കൂടുതലും മൊബൈലിലാണെങ്കിൽ നമ്മുടെ മക്കളും ഓട്ടോമാറ്റിക്കലി അത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. കാരണം നമ്മൾ ഓരോരുത്തരും അവരുടെ റോൾ മോഡൽസ് ആണ്. ഇനി ഇതൊന്നും അല്ലാതെ അഡിക്ഷനിലേക്ക് പോകുന്ന ചില ആൾക്കാരുണ്ട്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇമോഷണൽ എസ്കേപ്പ് ആണ്. ഇമോഷണൽ എസ്കേപ്പ് എന്ന് പറയുന്നത് നമ്മളെ ആരും ശ്രദ്ധിക്കുന്നില്ല, നമ്മുടെ ഇമോഷന് ആരും പ്രത്യേകിച്ച് ഒരു വില കൽപ്പിക്കുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല എന്നൊക്കെയുള്ള ഒരു തോന്നൽ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമുക്ക് കംഫേർട്ടായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക്, കംഫേർട്ടായിട്ടുള്ള ഒരു ഡിവൈസിലേക്ക് നമ്മൾ പോകാനുള്ള സാധ്യതയും അവിടെ അതൊരു അഡിക്ഷനിലേക്ക് നീങ്ങാനുള്ള സാധ്യത കൂടെ ഉണ്ട് എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കുക. ഇനി പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഒന്ന് ചുറ്റുവട്ടം ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കി. നമ്മൾ ഹോട്ടലിൽ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ യാത്രകൾ ചെയ്യുന്ന സമയത്ത് അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോകുന്ന സമയത്തൊക്കെ നമ്മൾ നന്നായി ഒന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ചെറിയ മക്കൾക്ക് നമ്മുടെ പാരൻസ് തന്നെയാണ് ഈ മൊബൈൽ ഫോണ് കൊടുക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ഒരു യാത്രയിൽ, ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കുട്ടി വല്ലാതെ കരയുന്നു, ശബ്ദം ഉണ്ടാക്കുന്നു, ഭക്ഷണത്തിന് വേണ്ടി വാശി പിടിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അവരുടെ ആ ഒരു ശബ്ദവും അല്ലെങ്കിൽ ആ കുട്ടീൻ്റെ ശബ്ദം ഒന്ന് കാമാക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്ത കാര്യം, ആ ഒരു മൊബൈൽ ഓപ്പൺ ചെയ്തു, അതിലേതോ ഒരു കാർട്ടൂൺ വീഡിയോ കുട്ടിക്ക് വെച്ചു കൊടുത്തു. കുട്ടി
എനിക്ക് തോന്നുന്നു മണിക്കൂറുകളോളം ആ കുട്ടി ആ ഫോണും നോക്കി ഇരിക്കുകയാണ്. അപ്പോൾ നമ്മളറിയാതെ കുട്ടിയെ അഡിക്റ്റ് ആക്കുന്ന ആൾക്കാർ എന്ന് പറയുന്നത് പാരൻസ് തന്നെയാണ്. ഇനി ചില ഹോട്ടൽസിൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ, നമ്മൾ റെസ്റ്റോറൻറ്റുകളിൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്ന സമയത്ത് ആ കുട്ടി കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമ്പോൾ അവിടെ അവരെന്ത് ചെയ്യും? ആ ഫോൺ എടുത്ത് കുട്ടിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. ചില സ്ഥലത്ത് നമ്മൾ പോകുന്ന സമയത്ത് കുട്ടി ഒന്ന് വാശി പിടിക്കാതിരിക്കാൻ വേണ്ടി ഈ സാധനം നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നു. ഇനി ഭക്ഷണം കഴിക്കുന്നില്ല, കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നില്ല, അതുകൊണ്ട് ചിലപ്പോൾ ടി വിയോ മൊബൈലോ ഓപ്പൺ ചെയ്തിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന രക്ഷിതാക്കളെയും നമുക്ക് ചുറ്റും കാണാവുന്നതാണ്. നിങ്ങൾ നോക്കുക, നിങ്ങൾ നമ്മുടെ ചുറ്റും നോക്കിയാൽ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ ചെറുപ്പം തൊട്ടിട്ട് കുട്ടികളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളാണ് ഇൻജക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊടുക്കുമ്പോൾ അവരത് യൂസ്ഡ് ആവുകയും അതിൽ നിന്ന് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ ഡോപ്പമിനും അവർക്കുണ്ടാവുന്ന റിവാർഡ്സും ഈ സാധനങ്ങളൊക്കെ അതിൽ നിന്ന് അവർക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ അത് ലഭിക്കുമ്പോൾ ബ്രെയിൻ വീണ്ടും വീണ്ടും ആ കാര്യം പറയും. അപ്പോൾ ഒരു ഭക്ഷണം കൊടുക്കാൻ വേണ്ടി മൊബൈൽ ഓപ്പൺ ആക്കി കൊടുക്കുന്ന രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം കുട്ടി ഭക്ഷണം കഴിക്കുന്നു, അത് നല്ല കാര്യത്തിന് വേണ്ടിയാണ് അവർ ചെയ്യുന്നതെങ്കിൽ പോലും ആ കുട്ടിയുടെ ബ്രെയിനിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ആ ഫുഡ് ആയിരിക്കില്ല, ആ മൊബൈൽ ആയിരിക്കും. അപ്പോൾ പിന്നീട് ആ കുട്ടി ഭക്ഷണം കഴിക്കണമെങ്കിൽ തീർച്ചയായിട്ടും മൊബൈൽ ഉപയോഗിച്ചാൽ മാത്രമേ ഭക്ഷണം കഴിക്കൂ, അല്ലെങ്കിൽ മൊബൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഭക്ഷണം കഴിക്കൂ എന്നുള്ള തരത്തിലേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുക, നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യുക. ഇനി നമ്മുടെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്തതിന് ശേഷം മാത്രം ആക്ട് ചെയ്യുക. നമ്മളെല്ലാവരും വളർന്നുകൊണ്ടിരിക്കുകയാണ്, അതോടൊപ്പം നമ്മുടെ മക്കളും ഒരു ദിവസം തീർച്ചയായും അവര് വളരും. അതോടൊപ്പം സംഭവിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്, അവര് നമ്മളോട് സംസാരിക്കാനും വരില്ല. നമ്മളിൽ നിന്ന് അവർ ഒരുപാട് ദൂരെ, ഒരുപാട് അകലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. പലപ്പോഴും പല കുടുംബങ്ങളിലും സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. ആ സമയത്താണ് ഒരു രക്ഷിതാവ് എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുക, നമുക്ക് എവിടെയാണ് എൻ്റെ മക്കളെ നഷ്ടപ്പെട്ടത്? എവിടെ വെച്ചാണ്? മൊബൈലാണോ പ്രശ്നം? അല്ല. നമ്മൾ എപ്പോഴാണോ നമ്മുടെ മക്കളോട് സംസാരം നിർത്തിയത്, അവരെ കേൾക്കുന്നത് നിർത്തിയത്, ആ സമയം തൊട്ട് അവർ നമ്മളിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കുട്ടിയെ തിരിച്ചു പിടിക്കണമെങ്കിൽ, നമ്മുടെ കൂടെ ചേർത്ത് നിർത്തണമെങ്കിൽ, നമുക്ക് രക്ഷിതാവ് എന്നുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം അവരുമായിട്ട് ഏറ്റവും നല്ല ഒരു ബോണ്ട്, ഒരു ബന്ധം നിലനിർത്തുക, അത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒറ്റ ദിവസം കൊണ്ട് ആ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കണമെന്നില്ല. പക്ഷെ ഒറ്റ ദിവസം കൊണ്ടായിരിക്കില്ല ആ ബോണ്ട് മുറിഞ്ഞു പോയതും. അതൊന്നും നമ്മൾ ആലോചിക്കുക. അപ്പം അത് ചെയ്യണമെങ്കിൽ നിരന്തരമായിട്ടുള്ള ഒരു പ്രാക്ടീസ് ആവശ്യം തന്നെയാണ്. അതുപോലെ തന്നെ അതിനൊരു കൺസിസ്റ്റൻസിയും അത് റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള ബന്ധങ്ങൾ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഇതെന്തിനാണ് പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു പാരന്റിങ് എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ അഡിക്ഷൻ മാത്രമല്ല. അപ്പോൾ പലതരത്തിലുള്ള പല പ്രശ്നങ്ങളും പല കുടുംബങ്ങളിലും ഉണ്ടാവാം. പല കുട്ടികളിലും പല തരത്തിലുള്ള സ്വഭാവങ്ങളായിരിക്കാം, അവർ പെരുമാറ്റം ഡിഫറെൻ്റ് ആയിരിക്കാം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാം. പക്ഷെ നമ്മളിൽ നിന്ന് അവരെ അകന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് അവരെ തിരുത്താനോ അവരെ നേർവഴിയിലേക്ക് നയിക്കാനോ നമുക്ക് സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ അവരെ കറക്റ്റ് ചെയ്യണമെങ്കിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് കണക്ഷൻ തന്നെയാണ്. കണക്ഷൻ ബിഫോർ കറക്ഷൻ എന്നുള്ളതാണ്. നമ്മൾ തുടക്കത്തിൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എത്ര രക്ഷിതാക്കള് ഫോൺ മാറ്റിവെക്ക്, നീ അതിന്റെ ഉപയോഗം ഒന്ന് കുറക്ക്, നീ അതൊന്ന് കയ്യിൽ നിന്നൊന്ന് മാറ്റിവെച്ചേ എന്നൊക്കെ പറയുന്ന രക്ഷിതാക്കളുണ്ട് എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ അവര് പെട്ടെന്ന് മൊബൈൽ മാറ്റിവെക്കുമോ? തീർച്ചയായിട്ടും ഇല്ല. നമ്മൾ വഴക്ക് പറഞ്ഞാലോ വളരെയധികം ഒച്ചയെടുത്ത് സംസാരിച്ചാലോ കയ്യിൽ നിന്ന് പിടിച്ചു മാറ്റിയത് കൊണ്ടോ ഫോണിന്റെ ഉപയോഗമോ ഡിജിറ്റൽ ഗാഡ്ജറ്റുകളുടെ ഉപയോഗമോ കുറയണം എന്നില്ല. പകരം നമ്മളെ രക്ഷിതാക്കൾ എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഫോൺ മാറ്റിവെക്കുകയാണെങ്കിൽ പകരം എന്താണ്? കുട്ടിക്ക് അത്തരത്തിലാണ് ബ്രെയിൻ ചിന്തിക്കുക. നമ്മുടെ ഫോൺ ഇല്ല എങ്കിൽ പകരം ഒരു ആക്ടിവിറ്റി അവിടെ റീപ്ലേസ് ചെയ്യണം. ഫോൺ റിമൂവ് ചെയ്യല്ല, ഫോൺ കൊടുക്കാതിരിക്കലല്ല വേണ്ടത്. പകരം ആ ഫോൺ ഇല്ല എങ്കിൽ എന്ത് ആക്ടിവിറ്റി പകരം കൊടുക്കണം? നിങ്ങൾ എല്ലാ രക്ഷിതാക്കളും നിങ്ങളൊരു നോട്ട്ബുക്കോ പേനയോ ഒരു പേപ്പറോ എടുത്തിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഫോൺ മാറ്റിവെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഒന്നിച്ച് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റികൾ എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതിലെ കുട്ടിയായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യണം. ഇനി ഞാനൊരു ചെറിയ ടിപ്പ് കൂടെ ഇവിടെ പറയുകയാണ്. നമ്മൾ പലപ്പോഴും നീ ഫോൺ മാറ്റിവെക്ക് എന്ന് പറയുന്നതിന് പകരം
നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ഇങ്ങനെയാണ്. നമ്മുടെ മക്കളെ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു അരമണിക്കൂറായി എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: നീ അരമണിക്കൂറായാലും ഫോൺ ഉപയോഗിച്ചിട്ട് എന്ന് ചോദിക്കുന്നതിന് പകരം, മോനായാലും മോളായാലും, മോനെ മോളെ നീ കുറച്ച് സമയമായാലും ഫോൺ ഉപയോഗിക്കുന്നത്, ഇനി ഒരു 5 മിനിറ്റിനുള്ളിൽ നിനക്കതൊന്ന് ഓഫാക്കി വെക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ബ്രെയിൻ ചിന്തിക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് ഒരു 5 മിനിറ്റ്സിനുള്ളിൽ ഇപ്പോൾ മാറ്റിവെക്ക് എന്ന് പറയുന്നതിന് പകരം ഒരു 5 മിനിറ്റ് കൊണ്ട്, അല്ലെങ്കിൽ അവരോട് തിരിച്ച് നിങ്ങൾക്ക് ചോദിക്കാം, ഇനി എത്ര സമയം കൊണ്ട് നിനക്ക് ഫോൺ ഉപയോഗിക്കാൻ വേണം, ഒരു എത്ര സമയം കൊണ്ട് നീ അവസാനിപ്പിക്കും, അല്ലെങ്കിൽ എത്ര സമയം കൊണ്ട് മാറ്റിവെക്കാം. അങ്ങനെ ചോദിക്കുമ്പോൾ അവരുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി അവിടെ ചിന്തിക്കുകയാണ്, ഇനി കുറച്ച് സമയം കൊണ്ട് ഞാനിത് അവസാനിപ്പിക്കണം, ഇനി എത്ര സമയം എടുക്കാം, ഒരു 5 മിനിറ്റിനുള്ളിൽ ഞാനിത് അവസാനിപ്പിക്കാം. അപ്പൊ ആ ഒരു റിലാക്സേഷൻ അവിടെ കൊടുക്കുന്നു. അത് കഴിഞ്ഞ് അവർ ഓട്ടോമാറ്റിക്കലി അതെന്ത് ചെയ്തോളും, ഓഫ് ചെയ്തോളും. പക്ഷെ ഇത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കില്ല. ഇത്തരത്തിലുള്ള ഒരുപാട് സ്ക്രിപ്റ്റുകൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അവരോട് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, ആ കമ്മ്യൂണിക്കേഷനാണ് ഏറ്റവും വലിയ പ്രശ്നം. പലപ്പോഴും നമ്മൾ രാവിലെ കുട്ടികളെ ഒരു പ്രാവശ്യം വിളിക്കും, 2 പ്രാവശ്യം വിളിക്കും, 3-ാമത്തെ പ്രാവശ്യം തൊട്ട് നമ്മുടെ വോയിസ് വല്ലാതെ റേസ് ചെയ്യും. അപ്പൊ നമ്മുടെ ആ ഒരു വോയിസിലുള്ള ടോണും ടൊണാലിറ്റി ഒക്കെയാണ് കുട്ടികളിൽ നിന്ന് നമ്മളെ അകറ്റാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ പെരുമാറുമ്പോഴാണ് നമുക്ക് നല്ല ഒരു റിലേഷൻഷിപ്പ്, നല്ലൊരു ബന്ധം അവിടെ സൃഷ്ടിക്കാൻ വേണ്ടി പറ്റുക. നല്ല ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കുട്ടിയെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ കണക്ഷനാണ് പ്രധാനം. ഈ കണക്ഷൻ ചെയ്യാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു സെമിനാർ അല്ലെങ്കിൽ ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്തുകൊണ്ടോ, ഒരു യൂട്യൂബ് വീഡിയോ കണ്ടതുകൊണ്ടോ, അതല്ലെങ്കിൽ ജസ്റ്റ് ഒരു കോട്ട് വായിച്ചതുകൊണ്ടോ ഒന്നും ചിലപ്പോൾ നമുക്ക് മാറ്റം വരണമെന്നില്ല. ഇതിന് നിരന്തരമായിട്ടുള്ള ഒരു പരിശ്രമവും പ്രാക്ടീസും നമുക്ക് ആവശ്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമുക്കൊരു ഡ്രൈവിംഗ് പഠിക്കണമെങ്കിൽ നമ്മൾ നിരന്തരമായിട്ടുള്ള ഒരു പ്രാക്ടീസ് അവിടെയുണ്ട്. കുറച്ചു കാലം നമ്മൾ പോയില്ല, 2 ദിവസം നമ്മൾ ചെയ്തു, പിന്നെ നമ്മൾ ഒരു ആഴ്ച ലീവ് എടുത്തു, വീണ്ടും നമ്മൾ പോകുമ്പോൾ ആ ഒരു പ്ലേസുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു വെഹിക്കിളുമായിട്ട് നമുക്ക് വീണ്ടും ഒന്ന് പൊരുത്തപ്പെടാൻ വേണ്ടിയിട്ട് കുറേ സമയം നമ്മൾ വീണ്ടും എടുക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ നമ്മൾ ആലോചിക്കുക, അപ്പോൾ പാരന്റിങ് എന്നുള്ളത് അതൊരു പഠിച്ച് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് നമ്മുടെ രക്ഷിതാക്കളെ കണ്ടതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ രക്ഷിതാക്കൾ എന്താണോ ചെയ്തത് അത് നമ്മൾ കാണുന്നു, അതല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള പാരൻസ് എന്താണോ ചെയ്യുന്നത് അത് നമ്മൾ കണ്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യും. മനുഷ്യരാണ്, പല കാര്യങ്ങളും കോപ്പി ചെയ്തിട്ടാണ് ചെയ്യുക എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ നമ്മുടെ പാരന്റിങ്ങിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ആ കൃത്യമായ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു കുട്ടിയെ മാറ്റം വരുത്തി ആ കുട്ടിയുടെ നല്ലൊരു ഭാവിയിലേക്ക് നമുക്ക് നയിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നമുക്ക് എവിടെയെങ്കിലും വെച്ച് നഷ്ടപ്പെട്ടതിന് ശേഷം നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. അതിനു മുന്നേ നമുക്ക് അവരെ തിരുത്തി നല്ല ഒരു പാതയിലേക്ക് അവരെ നയിക്കേണ്ട ഉത്തരവാദിത്തം ഒരു രക്ഷിതാവിനാണ്. നമ്മൾ ആലോചിച്ച് നോക്കിയേ, ഒരു കുട്ടിയും ഞാൻ ജനിക്കണമെന്ന് പറഞ്ഞിട്ടല്ല ജനിക്കുന്നത്. ബൈ ഡിഫോൾട്ട് നമ്മളിൽ നിന്ന് ജനിച്ചു വരുന്ന കുട്ടികളാണ്. അപ്പൊ അവരെ സംരക്ഷിക്കേണ്ടതും അവരെ നേർവഴിയിലേക്ക് നയിക്കേണ്ടതും പൂർണ്ണമായ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഒരു രക്ഷിതാവിന് തന്നെയാണ്. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ ആ കുട്ടിയായിട്ട് കണക്ട് ചെയ്യാനുള്ള ആക്ടിവിറ്റികളിൽ കുറച്ചുകൂടെ നമ്മൾ ഫോക്കസ് ചെയ്യുക, ആ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. കുട്ടിയായിട്ട് കുറച്ചുകൂടെ നമുക്ക് അടുക്കണമെങ്കിൽ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന, ഏറ്റവും ആദ്യം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സംസാരം തന്നെയാണ്. അപ്പോൾ കുട്ടികൾ സ്കൂളും വിട്ട് വരുന്ന സമയത്തോ അതല്ലെങ്കിൽ അവർ വെറുതെ ഇരിക്കുന്ന സമയത്തോ നമ്മൾ അവരോട് സംസാരിക്കാൻ ട്രൈ ചെയ്യുക. അവരുടെ അക്കാഡമിക്സ് കാര്യങ്ങളെക്കുറിച്ചോ അവരുടെ പരീക്ഷ മാർക്കിനെ കുറിച്ചോ അതൊന്നും നമ്മൾ സംസാരിക്കേണ്ടതില്ല. ഉപദേശങ്ങളായിരിക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക, ഉപദേശങ്ങളായിരിക്കരുത്. പകരം അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങുക. ഒരു ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എൻ്റെ മകനെ കുറിച്ചാണെങ്കിൽ ഇപ്പോൾ 7th-ലാണ്, ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള വിഷയം എന്ന് പറയുന്നത് ഫുട്ബോളാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടണമെങ്കിൽ ഫുട്ബോളിനെ കുറിച്ച് സംസാരിച്ച് അതിൽ നിന്ന് മെല്ലെ സ്കൂളിലേക്ക് പോയി സ്കൂളിൽ നിന്ന് ക്ലാസ്സിൽ നടന്ന കാര്യങ്ങൾ, അപ്പോൾ അങ്ങനെയാണ് ആ കുട്ടിയായിട്ട് കണക്ട് ചെയ്യാനും അവിടെയുള്ള കാര്യങ്ങൾ നമ്മളോട് പറയുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ചെറുപ്പം തൊട്ടിട്ടേ കുട്ടികളെ കേൾക്കുന്നില്ല എങ്കിൽ അവർക്കുള്ള വിഷമങ്ങൾ അവർ സംസാരിക്കില്ല, അവർക്കുള്ള ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ അവർക്ക് വേണ്ട കാര്യങ്ങൾ, ഇതൊന്നും നമ്മളോട് നേരിട്ട് സംസാരിക്കാൻ സാധ്യതയില്ല. അങ്ങനെ നമ്മളിൽ നിന്ന് അകന്നു പോകും. ഇനി മറ്റൊരു കാര്യം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെ കുട്ടികളെ കേട്ടില്ല എങ്കിൽ നമ്മുടെ കുട്ടികളെ കേൾക്കാൻ വേണ്ടി പുറത്ത് ആൾക്കാരുണ്ട്. അവർ നമ്മളെ കുട്ടി നല്ല രീതിയിൽ വളരണം എന്നാഗ്രഹിച്ച്
വരുന്നവരല്ല. അവർ ചിലപ്പോൾ മുതലെടുക്കാനും സാധ്യതകളുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കുക. അതിനുശേഷം നമ്മുടെ ഒരു സംസാരവും ഈ കണക്ഷനും ഒക്കെ കൂട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് അവരെ കറക്റ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ അതെങ്ങനെയാണ്, അതിൻ്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് ഉണ്ട്. ആ ഒരു ഫ്രെയിം വർക്കിനെ കുറിച്ച് കുറച്ച് മുന്നേ ഞാനൊന്ന് പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നർ കോമ്പാസ് പാരന്റിങ് എന്ന് പറയും. അപ്പോൾ ഇന്നർ കോമ്പാസ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന്, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു ഡയറക്ഷൻ വരണം. ഞാൻ ഇത്ര സമയമാണ് മൊബൈൽ ഉപയോഗിക്കുക, ഇത് കഴിഞ്ഞാൽ ഞാൻ മാറ്റി വെക്കും, അടുത്ത എന്താണ് ഞാൻ ചെയ്യേണ്ടത്, അത്തരത്തിലുള്ള ഒരു ഡിസിപ്ലിൻ ആ കുട്ടിയിലേക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പാരൻസുമായിട്ടുള്ള ഒരു ബോണ്ടിങ് എങ്ങനെയാണ്, ക്ലാസ്സിൽ കുറച്ചുകൂടെ അറ്റൻറ്റീവായിട്ട് എങ്ങനെയാണ്, ഒരു പരീക്ഷ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു എക്സാം വരുന്ന സമയത്ത് അതിനെ എങ്ങനെയാണ് നേരിടേണ്ടത്, ഇനി ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ആ കുട്ടിക്ക് നേരിട്ട് കഴിഞ്ഞാൽ അതിനെ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പാരൻസ് അല്ലെങ്കിൽ രക്ഷിതാക്കളിൽ നിന്നാണ് ആ കുട്ടിയിലേക്ക് പകർന്നു പോകുന്നത്. അപ്പം അത് മനസ്സിലാക്കി പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് ആദ്യം കാര്യങ്ങൾ അറിയണം, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. നേരത്തെ പറഞ്ഞ ഡ്രൈവിംഗ് പോലെ നമുക്കിതൊന്ന് പഠിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രോഗ്രാം കൂടെ നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. 21 ദിവസത്തെ ഒരു പ്രാക്ടിക്കൽ പാരന്റിങ്. അവിടെ കുട്ടികളോട് നമ്മൾ എങ്ങനെ സംസാരിക്കണമെന്നുള്ള സ്ക്രിപ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇമോഷണൽ ബോണ്ടിങ് എങ്ങനെയാണ് നമുക്ക് സൃഷ്ടിക്കുക, ആ കുട്ടിയായിട്ട് എങ്ങനെയാണ് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുക, ആ കുട്ടിയുടെ പ്രോബ്ലങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങളിൽ നമുക്ക് ഇടപെട്ട് എങ്ങനെയാണ് പരിഹാരം കണ്ടെത്താൻ വേണ്ടി പറ്റുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന അല്ലെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അതിലൂടെ നമുക്ക് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും. സെഷനുകളുണ്ട്, റെക്കോർഡഡ് ഉണ്ട്, ലൈവ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുക മാത്രമല്ല, അതെങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുക, അങ്ങനത്തിൻ്റെ ഒരു പ്രോഗ്രസ്സും കൂടെ നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട്, നമ്മുടെ ഒരു പ്രോഗ്രസ്സും കൂടെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നേറാൻ പറ്റിയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണിത്. ഇതിൻ്റെ തൊട്ട് താഴെയുള്ള ഒരു ലിങ്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും നമ്മളോട് ഒന്നിച്ച് യാത്ര ചെയ്യാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമ്മൾ ആ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒന്നിച്ച് യാത്ര ചെയ്ത് ഏറ്റവും നല്ല ഒരു ഫാമിലി ബോണ്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഈ ഒരു ഡിജിറ്റൽ അഡിക്ഷൻ മാത്രമല്ല പ്രശ്നങ്ങളായിട്ട് വരുന്നത്, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു വിഷയം ചർച്ച ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ആ ഒരു കമ്മ്യൂണിറ്റിയിലൂടെ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു പാരന്റിങ് ശൈലിയിൽ വരുത്തുന്ന ചെറിയൊരു ചേഞ്ച്, നിങ്ങൾ വരുത്തുന്ന ചെറിയൊരു മാറ്റം നാളെ കുട്ടിയിലെ വലിയൊരു മാറ്റം സൃഷ്ടിക്കുകയും അവരെ നാളെ ലോകത്തിലെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരു അസറ്റായിട്ട് മാറുകയും ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായും എല്ലാവരെയും ഒരിക്കൽ കൂടെ ആ കമ്മ്യൂണിറ്റിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലിങ്ക് തൊട്ട് താഴെയുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക, നിങ്ങൾ ആ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.